മസാലയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ കോമഡി മസാലയുടെ ഒരു എപ്പിസോഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇന്നിവിടെ എത്തിയിരിക്കുന്ന വാമനപുരം പൊയ്കമുക്കിലെ റെസിഡൻസ് അസോസിയേഷൻ ചേച്ചിമാരും ചേട്ടന്മാരുമാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഒപ്പം നമുക്ക് സ്വാഗതം ചെയ്യാം കോമഡി മസാലയുടെ സ്റ്റാർസ് നെൽസൺ ശൂരനാട് ആൻഡ് ഉല്ലാസ് പന്തളം. കോമഡി മസാലയിലേക്ക് നമ്മുടെ സ്വന്തം നെൽസൺ ചേട്ടനും ഉല്ലാസ് ചേട്ടനും രണ്ടുപേർക്കും സ്വാഗതം ഒരിക്കൽ കൂടി. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ രണ്ടുപേരും റെഡിയാണല്ലോ? ഞങ്ങൾ റെഡിയാണ്. രണ്ടുപേരുടെയും രാജകീയമായ സീറ്റ്സിലേക്ക് പോയിരിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കോമഡി മസാലയിൽ ഇനി ഒരു അടിപൊളി സ്കിച്ചിനുള്ള സമയമായിരിക്കാണ്. സോ ലെറ്റ്സ് വെൽക്കം ദി ടീം 4 stars. അമ്പലത്തിൽ ദീപാരാധിക്കുന്ന പാട്ടാണ് ഗൂഗിൾ ഗൂഗിൾ പണ്ണിപ്പാത്ത ഉലകത്തില് നിങ്ങളൊക്കെ യാവണ്ട അവിടെ പിടിച്ചിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മൈക്ക് വിഴുങ്ങി. ഉത്സവത്തിന്റെ 3-ാം ദിവസമായ നാളെ ദേവിക്കായുള്ള പാലഭിഷേകം സംഭാവന ചെയ്തിരിക്കുന്നത് മേലേടത്ത് രാഘവൻ നായർ അവർകൾ. പരമചറ്റയാണ്. ഒരു ഗ്ലാസ് പാലിൽ അരക്കുടം വെള്ളം ചേർത്ത് വിൽക്കുന്നവനാണ് ഇവൻ. അവനാണ് ദേവിക്ക് അഭിഷേകം ഉണ്ടാക്കാൻ പോണത്. എന്തായാലും അഭിഷേകം നടക്കും പാലിന്റെ നിറത്തിലുള്ള പച്ചവെള്ളത്തിൽ, അല്ലാതെ വേറൊന്നും നടക്കൂല. ദേവുട്ടിയുടെ മെസ്സേജ് ഒന്നും ഇല്ലല്ലോ, ഒരു സെൽഫി എടുത്തയക്കാം. ഓക്കെ ദേവുട്ടി, ചേട്ടൻ്റെ ഫോട്ടോ എങ്ങനെയുണ്ട്? എത്ര ദിവസമായിട്ട് നിന്റെ ഫോട്ടോയും ചോദിക്കുന്ന നമ്പറും ചോദിക്കുന്ന, നീ ഒന്നും തരണില്ല, പറ്റിച്ചോണ്ടിരിക്കുകയാണ്. നല്ല ചുണ്ടൊക്കെ കൂർപ്പിച്ച് വെച്ചിട്ട് സെൽഫി ഇങ്ങോട്ട് എടുത്തായി അണ്ണൻ കാണട്ടെ. ബാക്കിയെല്ലാം പിന്നെ. ഓക്കെ ഓക്കെ മോളെ, ഓക്കെ ഓക്കെ ഓക്കെ. ഓ നീ എന്താ ഇവിടെ പോന്ന? ഫ്രാൻസ് കപ്പടിച്ചോണ്ടേ എന്റെ ഫ്രാൻസിലെ ഓഫീസല്ല അവധിയടാ. അപ്പൊ ഒന്ന് കുളത്തിൽ മുങ്ങി കുളിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. എടാ ഞാൻ എപ്പോ ഇവിടെ അല്ലേ ഇരിക്കണത്? അല്ല നീ ഒന്ന് കമ്പുമായിട്ട് വന്നേക്കണേ. കമ്പുമായിട്ട് വന്നേക്കണെന്തിന്? മീൻ പിടിക്കാൻ വന്നടാ. സത്യം പറഞ്ഞ നീ മീൻ പിടിക്കാൻ വന്നതാ അത് സീൻ പിടിക്കാൻ വന്നതാ? അത് ചൂണ്ടയില്ലാതെ അങ്ങനെയാണോ മീൻ പിടിക്കണേ? എടാ ചൂണ്ട മീൻ കൊത്തിക്കൊണ്ട് പോടാ. ഈ കുളത്തിലെ മീനല്ല ഇപ്പൊ നിന്റെ ചൂണ്ടയാണോ തിന്നണത്? ഇപ്പൊ 10-20 ചൂണ്ടയായി ഇപ്പൊ. അപ്പൊ എങ്ങനെ മീൻ പിടിക്കുന്നു? ഞാനടാ പരസ്യത്തിലില്ലേ ഒരു പശ, അതെടുത്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ട് ഈ കുളത്തിൽ അങ്ങ് മുക്കും അല്ലേ. ഇങ്ങനെ എടുക്കുമ്പോ നൂലിൽ മുത്ത് കൊടുത്തോലെ ഇങ്ങനെ നിരന്ന് മീൻ ഇങ്ങനെ ഇരിക്കും. അത് കൊള്ളാം. നല്ല ആ പശ ഉണ്ടോ നിന്റെ? പശ ഉണ്ടടാ. കുറച്ചെടുത്ത് വായിൽ ഒട്ടിയിരടാ. എന്തോന്ന് തള്ളടാ തള്ളണത്. അതാണ് സതീശൻ വിളിക്കുന്നത് കേട്ടോ. എന്ത്? ഹലോ പറയടാ, നമ്മളിവിടെ കുളത്തിലുണ്ട്. ഡേയ് നിനക്ക് വൈകുന്നേരം എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എടാ അളിയന്റെ അമ്മയ്ക്ക് സുഖമല്ലടാ, ആശുപത്രി കൊണ്ടുപോകണം. എടേ എന്റെ ഒരു ബ്രേക്കപ്പ് പാർട്ടി ഉണ്ടായിരുന്നു. ബ്രേക്ക് പൊട്ടിയന്റെ പാർട്ടിയാ? ബ്രേക്ക് പൊട്ടിയന്റെ പാർട്ടി അല്ല, എന്റെ ഒരു ലൈന് പൊളിഞ്ഞ് അതിന്റെ പാർട്ടി ഉണ്ടോ, ഒരു കുപ്പി എടുത്തോണ്ട് വരികയാണ് അങ്ങോട്ട്. നാളെ ആക്കിയാലോ? ചെലവ് നാളെ ആക്കാന്നാ? അല്ല ആശുപത്രി പോക്ക് കിളവി 2 ദിവസം കൂടെ ചുമക്കട്ട്. നീ കുപ്പി കൊണ്ട് ഇങ്ങോട്ട് വാ. എന്നാ പിന്നെ അവിടെ മറ്റേ ഇവിടെ ഉണ്ട്. എന്താടാ? ചെറിയൊരു ചെലവ്. ആരെ? സതീശൻ മറ്റേ ബ്രേക്കപ്പ് പാർട്ടി. സതീശനാ? ഓ അടുത്തേക്ക് ഉപ്പയൊക്കെ അവൻ പാർട്ടി നടത്തണം. കുപ്പിയും കൊണ്ട് വരണമെന്ന്. ഓ എന്തിനടാ? അവന്റെ ലൈന് പൊട്ടിയെന്ന്. പോടാ, അവന് ലൈനൊന്നും ഇല്ലല്ലോ. ഇനി ഒരു കാര്യം പറയട്ടെ, അവന്റെ സ്വഭാവമല്ലേ പെണ്ണുങ്ങളെ മുഖത്ത് പോലും നോക്കൂല. ഓ ഭയങ്കര നാണം കുണിങ്ങിയാണ്. കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ നമ്മളെ പഞ്ചായത്ത് പൈപ്പിന്റെ ഫ്രണ്ട് ചെന്ന് ഒറ്റ തോർത്തെടുത്തോണ്ട് കുളിച്ച്. അപ്പൊ അതുവഴി ഒരു കോളേജ് ബസ് പോയി. ഈ കോളേജ് ബസ്സിനകത്തിരുന്ന പെൺകുട്ടികളെ കണ്ടപ്പോണ്ടല്ലേ ഉടുത്തിരുന്ന തോർത്തൊരു മുഖം മറച്ചു കളഞ്ഞടാ. അപ്പൊ നാണം കുണിങ്ങിയല്ലടാ, നാണം കെട്ടവൻ. അതിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി അവന്റെ അമ്മയുടെ അടുത്ത് ഞാൻ ചെന്ന് ചോദിച്ചു, അമ്മ എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ അവന്റെ അമ്മ പറയുന്നു, മക്കളെ ഇവ എങ്ങനെ പെണ്ണുങ്ങളെ മുഖത്ത് നോക്കായിരുന്ന എങ്ങനെ കല്യാണം കഴിക്കുമെന്ന്. അത് ശരി എന്നാടാ, അവർക്കും കാണൂലേ മരുമോള് വീട്ടിൽ വന്ന് കയറണമെന്നൊക്കെ. അതൊന്നുമല്ല, അവന്റെ അച്ഛൻ നാട് വിട്ട് പോയാലും വർഷം കുറയല്ല. അവർക്ക് കുസ്തി പിടിക്കാൻ ആരെങ്കിലും വേണ്ടേ? ചൂടെടുത്ത വണ്ട വളക്കാനും മറ്റേ ചിലവെടുത്ത് അടിക്കാനും ഒക്കെ. എന്നിട്ട് അപ്പൊ ഞാൻ അപ്പൊ തന്നെ അമ്മയുടെ അടുത്ത് ഞാൻ ബെറ്റ് വെച്ച് 10,000 രൂപയ്ക്ക് ബെറ്റ് വെച്ച്. നീ അമ്മേരേലും പറ്റു വെച്ചാടാ? പറയാനാള് 2 മാസത്തിനകം അവന്റെ കല്യാണം ഞാൻ നടത്തി കൊടുക്കാന്ന് പറഞ്ഞു. ഓ അത് നടന്നോലെ തന്നെ. നീ ബെറ്റിൽ തോക്കോളിയാ? തോക്കൂലേ. ഞാൻ വീട്ടിൽ വന്ന ഉടനെ എന്ത് ചെയ്യുന്ന ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി, പാർവതി മേനോണെന്നും പറഞ്ഞിട്ട്. നീയാ? ഞാൻ ഉണ്ടാക്കി. എന്നിട്ട് നമ്മളെ സതീശന് ഒരു മെസ്സേജ് ഹൈ അയച്ചു കൊടുത്തു. അവൻ ഡിലീറ്റ് ചെയ്ത് പോയി കാണും. അവൻ അത്രയ്ക്ക് നാണം കെട്ടവനാണ്. എടാ മലയാളത്തിലെ കംപ്ലീറ്റ് കായ്ക്ക് വേറെ ഏതോ അക്ഷരമൊക്കെ എടുത്ത് അയച്ചേക്കുന്നു. അവന്റെ സ്വഭാവം അറിയാണ്ടല്ലോ. രാവിലെ അതിൽ തുടങ്ങി, രാത്രിയാകുമ്പോ സതീശന അതിലാണ് അവസാനിക്കുന്നത്. ഇവനെ കൊണ്ട് ഭയങ്കര ശല്യോടെ. ഇവന്റെ ഫോട്ടോ വേണം, അത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം. ഭയങ്കര ഇവിടെ കൊണ്ട് ഭയങ്കര ശല്യമായി. മിണ്ടാപ്പൂച്ച പോലെ ഇരുന്ന് ചെറുക്കാനാണ്. അങ്ങനെ ഇന്നലെ ഒരു കാര്യം പറയുന്നു, നിന്റെ അഡ്രസ് എനിക്ക് തരണം, ഞാനും അമ്മയും കൂടെ നാളെ നിന്റെ വീട്ടിലോട്ട് വരണം, നമുക്ക് കല്യാണം ആലോചിക്കണം, എനിക്ക് പറ്റൂലൊന്നും. നീ കെട്ടാൻ പോണ അവനാ? പിന്നെ അവനെ കെട്ടാൻ ഞാൻ അത്ര കാരണ. പിന്നെന്തോന്ന്
അപ്പൊ തന്നെ ഞാൻ ഒരു മെസ്സേജ് അങ്ങോട്ട് തിരിച്ചു വിട്ടു. ഐ ഹേറ്റ് യു, ഐ ഡോണ്ട് ലൈക്ക് യു എന്ന്. ചുമ്മാ അരിയാളിയാ. അമ്മച്ചിയാണ് അയച്ചു. ഇംഗ്ലീഷ് നീ മെസ്സേജ്. എന്റെ അനിയ വേറൊരു പെണ്ണിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ അവൾ ഇതാണ് എനിക്ക് അയച്ചു തന്നത്. അങ്ങനെ അവിടെ 2 വെട്ടി പിച്ചാത്ത ഒരു പാൾ. അതാണ് പറയുക എന്തോ വൈരാഗ്യമുള്ള മെസ്സേജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അത് ഞാൻ ഫോർവേഡ് അവൻ അയച്ചു കൊടുത്തു. എടാ അതിപ്പോഴേ ഇതിപ്പോ അവന് ദേഷ്യം വരൂലേ നീ ഇപ്പം ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഞാനാണ് ഈ മെസ്സേജ് എല്ലാം മറ്റേ ഫേക്ക് ആക്കി എല്ലാം അയക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോടുള്ള ദേഷ്യം തോന്നും. ആ ദേഷ്യത്തിന്റെ പുറത്ത് അവൻ വീണ്ടും കല്യാണം കഴിക്കും. 10,000 രൂപ എനിക്ക്. സതീശൻ പറഞ്ഞു. സതീശൻ ഇവിടെ ഇരിക്കുകയല്ലേ, ജോലിക്ക് പോയിട്ട് വന്ന് ഒരു ചെലവ് ചെയ്യാൻ വേണ്ടി വന്നു. 1000 രൂപയുടെ സാധനമാണ്. 350 രൂപയുടെ കൂറ സാധനം 1000 രൂപയ്ക്കടാ. നാക്ക് പുയ്ത്തു പോയടാ. 1-ാം തീയതി നിന്റെ അച്ഛൻ വെച്ചെങ്ങനെ 350 രൂപയ്ക്ക്? എടാ മിലിറ്ററിക്കാരന്റെ വീട്ടിൽ പോയി ചന്തയിലുള്ള ആളുകാരുണ്ട്, അവിടെ ക്യൂ നിൽക്കുന്നു. അതിനിടയിൽ നിന്ന് ലേലം വിളിച്ചാണ് 1000 രൂപയ്ക്ക് വാങ്ങിച്ചത്. വന്ന് വാങ്ങിച്ചോണ്ട് കഴിക്കണമെന്നല്ലാതെ അതിനകത്ത് വേറെ ഡയലോഗുകൾ. ഇല്ലി 1000 രൂപയ്ക്കൊക്കെ ഇത്രയും സാധനം നീ വാങ്ങിച്ചേ, നമുക്ക് ചെലവ് എന്താ ചെലവ്? കാര്യം എന്ത് ഉണ്ട്? നീ കാര്യം എന്ന് പറഞ്ഞില്ലേ, എന്റെ ഒരു ബ്രേക്കപ്പ് പാർട്ടി. ബ്രേക്കപ്പ് പാർട്ടിയാ? എന്റെ ഒരു ലൈന് പൊട്ടിയ പാർട്ടികളെ. നമ്മൾ അറിഞ്ഞില്ലല്ലോ. എനിക്ക് കൂടെ അതൊന്നും പറയണ്ടേ. അങ്ങനെയൊക്കെ സംഭവിച്ചു. ഒരു പെണ്ണുമായിട്ട് ഭയങ്കരമായിട്ട് സ്നേഹത്തിലെ 3 ആഴ്ച കൊണ്ട് സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ ഒഴി കാര്യം പറ, കഥ പറഞ്ഞിട്ട്. 3 ആഴ്ച കൊണ്ട് നല്ല സ്നേഹത്തിലായുടെ കാര്യം. എന്നിട്ട് പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ കാര്യങ്ങളെല്ലാം ഓക്കെ എല്ലാം പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം ഞാൻ കുറച്ച് ദിവസം മുമ്പ് അങ്ങനെ ഇരുന്ന് എൻ്റെ മൊബൈലിൽ ഇരുന്ന് ഇങ്ങനെ നെറ്റൊക്കെ ആയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും രാത്രി ആയപ്പോഴത്തേക്കും എൻ്റെ ഫേസ്ബുക്കിൽ മെസ്സേജിൻ്റെ ഇൻബോക്സിൽ മെസ്സേജിൻ്റെ ഒരു മുട്ട് കേട്ട് ഞാൻ പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്തു. സാധാരണ മെസ്സേജ് അല്ലെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അതൊരു പ്രണയത്തിൻ്റെ മണമുള്ള സുഗന്ധമുള്ള ഒരു മെസ്സേജ് ആയിരുന്നടാ. ഓ കാട്ട നമ്മുടെ മണ്ട ഭരിക്കണം. കാര്യം പറ മൈൻഡ് മറ്റേ. അങ്ങനെ ആദ്യം അവൾ എനിക്കൊരു ഹായ് അയച്ചു, ഞാനും തിരിച്ചൊരു ഹായ് വിട്ടു. പിന്നെ എനിക്ക് മെസ്സേജിന്റെ പ്രവാഹമായിരുന്നടാ. അതിൽ മാത്രമാണ് നിന്നെ ഇത്രയും പ്രവഹിക്കണം? അതെന്റെ മെസ്സേജിന്റെ ഇൻബോക്സ് അല്ലേ? അങ്ങനെ വേണ്ട, എല്ലാവരും ഇൻബോക്സ് ഒരേപോലെ ഇരുന്നാൽ മതി. നിയമത്തിന് മുമ്പിൽ നമ്മൾ എല്ലാവരും സമന്മാരാണ്. അത് മതി, അങ്ങനെ മതി. കാര്യം പറഞ്ഞാണ്. എന്നിട്ട് എന്തോന്ന് പറയേ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ സംസാരമായി ബഹളമായി. അവസാനം ഞാൻ ഇഷ്ടമാണെന്നങ്ങ് പറഞ്ഞു. കാരണം ഞാൻ പുറത്ത് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പെൺപിള്ളേരെ നോക്കാത്ത കാര്യമുണ്ട്. ഈ പയ്യന്മാരുടെ എല്ലാവർക്കും നിനക്കൊക്കെ ഉൾപ്പെടെ ഒരുമാതിരി ചീത്തപ്പേരാണ്. അത് എനിക്കും കൂടെ വേണ്ടെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് നോക്കാത്തത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ നേരിട്ട് കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ അവളോട് പറഞ്ഞപ്പോൾ അവൾക്ക് തന്നെ ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ അവളടുത്ത് പറഞ്ഞു, ഇന്നലെ രാത്രി നിന്റെ അഡ്രസ്സ് എങ്ങതാ, ഞാനും അമ്മയായിട്ട് ഞാൻ വീട്ടിൽ സംസാരിക്കാൻ വരാം, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന്. അവൾ ആ സമയത്ത് തന്നെ എന്തോ മെസ്സേജ് ഒക്കെ ഇംഗ്ലീഷിൽ അയച്ച് എന്നെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞ. എന്തോ അല്ല ഐ ഹേറ്റ് യു, ഐ ഡോണ്ട് ലൈക്ക് യു. നിനക്കെങ്ങനെ അറിയാം? അല്ല സാധാരണ എല്ലാ പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഇല്ലടാ. അതെ, ഇന്നാളെ നിനക്ക് അയച്ചല്ലോ. അപ്പൊ അളിയാ നിനക്ക് ഭയങ്കര വിഷമം കാണുമല്ലോ. നിനക്ക് വിഷമിച്ച് കഴിഞ്ഞാൽ അവള് പോയ വേറെ 10 എണ്ണം കിട്ടും. ഞാൻ ഇനി മുതൽ ഞാൻ ഇറങ്ങിയടാ. എടാ വേറൊന്നുമല്ല, ഈ പഴയ പെൺകുട്ടികൾക്കാണ് പഴയ ചിന്താഗതി. അവളെ പഴയ ചിന്താഗതിയാണ്. അവളൊരു പയ്യനെ തേച്ച് കഴിഞ്ഞാൽ അവൻ താടിയും മുടിയും വളർത്തി അവളെ ചിന്തയിൽ ജീവിതകാലം മുഴുവൻ നടക്കുമെന്ന്. അതൊക്കെ പണ്ട്. ഇന്നത്തെ നമ്മളെ ചുറുചുറുക്കുള്ള പയ്യന്മാർ അങ്ങനെ അല്ല. അല്ല, ഇന്നൊരു പെണ്ണ് തേച്ച് കഴിഞ്ഞാൽ 3ന്റെ നമ്മളെ കൂട്ടുകാരുടെ കയ്യും പിടിച്ച് അവളെ മുന്നിൽ കൂടെ നടക്കും. അതാണ്. അപ്പം ഇന്നത്തേക്ക് വേണ്ടിട്ട് അവളുടെ അതിന്റെ ലൈന് പൊളിഞ്ഞ് അവളുടെ മണ്ടക്കിരിക്കണം നമ്മുടെ ദീപാരാധന. എന്നും ഇതേപോലെ കഴിക്കാൻ വല്ലതും കിട്ടണേ. എന്താണ് വൃത്തികേട് കാണിച്ചത്? എന്ത് ദീപാരാധന സമയത്ത് ആരെങ്കിലും മദ്യം കഴിക്കണം? നിനക്കൊന്ന് തൊഴുതുകൂടായിരുന്നു? നിനക്ക് ഞാൻ കുളിച്ചില്ല അളിയാ. കുളിച്ചില്ലെന്നാ? ഇല്ല. നിനക്ക് അന്നദാനത്തിന് വലിച്ചു കയറുമ്പോ ഈ കുളിയും നനയൊന്നും നോക്കൂലല്ലോ. ഇത് ദേവിയുടെ കണ്ണി പെടാതെ ഒളിച്ചിന്നല്ലേ, ശാപമൊന്നും കിട്ടൂല. എന്ത് പറഞ്ഞാലും കച്ചില് പിച്ചില്. അടുത്ത റൗണ്ടിൽ കഴിച്ചാൽ അപ്പൊ എനിക്കില്ലേ? നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. കാവിലെ നമ്മളെ കണ്ണന്റെ പരിപാടി ഉണ്ട്, ഡ്രാമ കാണാൻ കേട്ടാ. ആ വൃത്തിയുടെ പേരെന്നെ മുമ്പിൽ പറയരുത്. എന്താ? എനിക്ക് തീരെ ഇഷ്ടമല്ല. കാര്യം എന്ത്? എടാ നിനക്ക് അറിഞ്ഞിടത്തുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ജംഗ്ഷൻ ഇരിക്കുന്നു, ഞാൻ ജോലിക്കാൻ വേണ്ടിയിരിക്കുന്നു. ഇപ്പൊ അപ്പുറത്തെ റോഡ് ക്രോസ് ചെയ്ത് പോയപ്പോഴത്തേക്കും അവൻ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ രമേശന്റെ മോൻ കണ്ടു കഴിഞ്ഞാൽ ചിമ്പാൻസി പോലെ ഇരിക്കണല്ലേ. ഞാനങ്ങനെ വെറുതെ സതീശന്റെ പേരങ്ങ് മാറ്റണം. നിന്റെ വല്ലതും പറഞ്ഞ കേട്ടോണ്ടിരിക്കോ? നിനക്ക് എത്ര ബോധമുണ്ടെന്ന് വെച്ചു. കാരണം നിനക്ക് എത്ര ബോധമുണ്ട്? നിനക്ക് ഗൊറില്ലയും ചിമ്പാൻസിയും കണ്ട തിരിച്ചറിഞ്ഞൂടെ?
അത് കളി കണ്ണം പറഞ്ഞോ ബാഗ് തൂക്കി തൊള്ളേ പറഞ്ഞ വരുവാണ്ട പാരാത്രി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചോണ്ട് ഈ കണ്ണമുട്ട എവിടെങ്കിലും തെറ്റി വസിക്കുന്നു യുവ സമൂഹം. അവിടെ ഇന്ന് അമ്പലത്തിൽ നിന്ന് നാടകം നമ്മള് ആണോ സൂപ്പർ നാടകമാണ്. 10 ദിവസം റിഹേഴ്സലൊക്കെ ചെയ്ത് തന്നെ പട്ടിണി കിടന്നുള്ള റിഹേഴ്സലായിരുന്നു. അപ്പൊ നമ്മളെ കാണാൻ പറഞ്ഞില്ലേ എന്തെല്ലാ നിന്റെ മത കവളിമടയിൽ വെട്ടി മണ്ടൊക്കെ അടിക്കണം നമ്മൾ കാണാൻ പറഞ്ഞത് ചുമ്മാ കബളി മടൽ വെട്ടി അടിക്കാൻ നിങ്ങൾ എന്തിനാ പറയണത്? പറ നമ്മൾ 30 ദിവസം റിഹേഴ്സൽ ചെയ്ത് കട്ടക്ക് കിടന്ന് കയറുന്ന നാടകമാണ്. വന്ന് കണ്ടു നോക്കുക ഞങ്ങള്. എടേ ഇത് നാടകത്തിന്റെ പേരെന്താ? യമകണ്ഠ കാലൻ. കാലം ചെയ്യണം ഞാനാണ് main അപ്പൊ വേഷം. യമണ്ടനാറ്റി തന്നെ പൊളി ചുമ്മാ അല്ല അവൻ പോയി കളിക്കട്ടെ. ഡയലോഗ് പൊളിഞ്ഞു കുട്ടേ കയറും ആര് പറഞ്ഞു? തട്ടേ നിനക്ക് വെച്ചുണ്ടോ തട്ടേ കയറാൻ മട്ട് മാറണം. നിങ്ങൾ കണ്ടു നോക്ക്. അത് ശരിയാണ് നീ തട്ടേ കയറുമ്പോ നാട്ടുകാരുടെ മട്ടൊക്കെ മാറും നിന്റെ ഫസ്റ്റ് ഡയലോഗ് പൊളിഞ്ഞിരിക്കും വെച്ചോണ്ടോ നിനക്ക് പൊളിയോ? പൊളിയും വെച്ചോണ്ടോ പറ്റുണ്ട്. എത്ര രൂപ വെച്ച് 500 രൂപ വെച്ച്. 500 വെച്ചാ പിന്നെ കാണുമല്ലേ അപ്പൊ ക്ലാറ്റ് വെച്ചു ഗ്ലാറ്റി മീറ്റ്. ഗ്ലാറ്റി മീറ്റ് പൊളിക്കാൻ വേണ്ടി നടക്കണം. ഗ്ലാറ്റി മീറ്റ് നാടൻ പൊളിയും കൈയടിക്കാൻ പറഞ്ഞ ഗ്ലാറ്റി മീറ്റ് ഞാൻ വന്നോളാം. കഴിയടാ ചുമ്മാടാ ഇതൊക്കെ ഒരു പൊളിക്കാൻ വേണ്ടി പിന്നെ നടക്കുന്ന അളിയാ അവന് കൂടുതലും മദ്യം കൊടുക്കണ്ട. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് അവന്റെ കയ്യിൽ ഇനി പറയണ്ട നീയാണ് പാർവതി മേനോൻ എന്ന് പറയണ്ട. പറയണ്ടേ പറയണ്ട അവൻ എന്തായാലും അവന് വിഷമമില്ല. വിഷമല്ല പിന്നെ പറയണം നമുക്ക് അതിന് പറയണ്ട അത് പറയണ്ട വെറുതെ അവനെ വിഷമിക്കും. എനിക്കിനി വേണ്ട. വേണ്ടെന്നാ വേണ്ടേ മാറി വേണ്ടെന്നടാ അവന് അതിന് പറഞ്ഞാ പോരെ കരയണ എന്തിന്? ഇനി അടുത്ത കൂച്ചോ ഞാൻ അത് വേണ്ടെന്നല്ല പറഞ്ഞത്. പിന്നെ എനിക്കിനി എന്റെ ജീവിതം വേണ്ടത്. എന്ത് കാര്യം പറ നീ കാര്യം എന്താണ് വിഷയം എന്റെ പാറൂട്ടി ഇല്ലാതെ എനിക്കിനി ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഏത് പാറൂട്ടി എന്റെ പാറൂട്ടി. എടാ ആ പാറൂട്ടി അല്ലേ പോണെങ്കിൽ പോയിട്ട് 10 എണ്ണം വേറെ വരുമെന്ന് നീ ഇപ്പൊ പറഞ്ഞത്. എടാ അവളെ പോലും നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പിന്നെ മൊത്തമൊക്കെ ഞാൻ 10 എണ്ണത്തിന് ഉണ്ടാക്കാൻ പോണു. നിനക്ക് വിഷമമില്ലെന്നല്ലേ നീ പറഞ്ഞ ഇപ്പൊ? അതൊക്കെ തോന്നിയോ ഞാൻ പറയും. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് അവളെ വേണം. അളിയാ അത് വിടളിയാ നീ ഇങ്ങനെ സെൻറ്റി ആവല്ലേ അത് പോട്ടത് വിട്ടുകളാ. അത് ഒന്ന് പോയാൽ 10 എണ്ണം വരുമെന്ന് നീ പറഞ്ഞ്. അങ്ങനെ അവള് പോയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്റെ കയ്യിലുള്ള കാശ് മൊത്തം അടപടല അവള് കൊണ്ടുപോയടാ. കാശാ ചില്ലറ പൈസ മൊബൈൽ ചാർജ് ചെയ്യാൻ 20 രൂപ ചില്ലറ പൈസ പോട്ടറാ. ചില്ലറ പൈസ കിളിങ്ങണ് കിടന്ന് ചില്ലറ പൈസ. എടാ ഓരോ പ്രാവശ്യം ഓരോ ആവശ്യം പറഞ്ഞ് എന്റെ മൊബൈലിൽ ഒരു കുണുകുണു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു ബാങ്ക് അക്കൗണ്ടും കൂടെ കാണും. ചേട്ടാ എന്റെ അമ്മ ഹാർട്ട് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ആശുപത്രി കിടക്കുകയാണ്. ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പ്ലാന്റേഷൻ ഹൃദയത്തിന്റെ ശസ്ത്രക്രിയ പറ. അതിന്റെ ആശുപത്രി കിടക്കുകയാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്യാവശ്യമായിട്ട് എനിക്ക് 5000 രൂപ വേണം. മുടി സ്ട്രൈറ്റ് ചെയ്യാനെന്ന്. അല്ലടാ ഹൃദയ ശസ്ത്രക്രിയക്ക് മുടി സ്ട്രൈറ്റ് ചെയ്യണോ ഇപ്പം? അവിടെ തള്ളയ്ക്ക് മുടി സ്ട്രൈറ്റ് ചെയ്യുന്ന കാര്യമല്ല, പിന്നെ അവക്ക് മുടി സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പാതിരാത്രിക്ക് ഞാൻ എന്റെ സൈറ്റിൽ പോയി അവിടെ ആവശ്യമില്ലാതെ കിടന്ന കമ്പി എല്ലാം കൂടെ വളഞ്ഞു കിടന്നത് അടിച്ച് ഞാൻ സ്ട്രൈറ്റ് ചെയ്ത് അങ്ങനെ കടയിൽ കൊണ്ട് കൊടുത്ത് ആ കമ്പി സ്ട്രൈറ്റ് ചെയ്ത പൈസ നമുക്ക് ഞാൻ മുടി സ്ട്രൈറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. എന്തൊരു പാവത്തിലോടാ കാണിക്കണം. നിന്റെ യാത് മുടിയടാ നീ സ്ട്രൈറ്റ് ചെയ്തത്? എന്റെ ദേവൂട്ടിക്ക് മുടി സ്ട്രേറ്റ് ചെയ്യും. എന്റെ 5000 കൂടെ ഇട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത്. നിന്റെ അടുത്ത് പറഞ്ഞല്ല? പറഞ്ഞു അല്ല പിന്നെ സതീഷ 5000 രൂപയല്ലേ അത് കളഞ്ഞു പോയെന്ന് വിചാരിച്ചേരാ. പോക്കറ്റ് അടിച്ച് പോയെന്ന് വിചാരിച്ചോ? നീ മറന്നേരാ അത്. അതോടുകൂടി തീരുമെന്ന് വിചാരിച്ചു. അതിനുശേഷം വീണ്ടും മെസ്സേജിന്റെ കുണുകുണു അടിച്ചു നോക്കിയപ്പോ ഒരു ബാങ്ക് അക്കൗണ്ടും ഒരു മെസ്സേജും. അവളുടെ മൊബൈൽ ഇല്ലാതായി പോയി. എനിക്ക് ചേട്ടന്റെ അടുത്ത് ചാറ്റ് ചെയ്യാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് എനിക്കൊരു മൊബൈൽ വേണമെന്ന്. നിനക്കറിയാലോ എന്റെ ഒരു അളിയൻ ഗൾഫിലുള്ളത് മനോജ് ചാണകത്തിൽ 50 പൈസ നക്കിയെടുക്കുന്നവനാണ്. ആ തെണ്ടി ഒരു 5 പൈസക്ക് അയക്കാറില്ല. ഒരു ഗുണമില്ല, വീട്ടിലേ ഇല്ല. ഞാൻ പറഞ്ഞു അളിയാ എനിക്കൊരു മൊബൈൽ വേണം, എനിക്ക് ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട് അളിയാ. ഇല്ല അളിയാ അളിയനെ പഠിത്തമൊന്നുമില്ല. ഞാൻ പറഞ്ഞു എങ്ങനെ ആരെങ്കിലും ചോദിച്ചു പഠിച്ചോളാം. അങ്ങനെ നിർബന്ധിച്ച് എരന്ന് എനിക്ക് ഒരു മൊബൈൽ അയച്ചത് 35,000 രൂപ മൊബൈൽ. ആദ്യമായിട്ടാണ് അവ അത്രയും തരണത്. അത് ഞാൻ കൊണ്ട് അറാവിലേക്ക് 15,000 രൂപയ്ക്ക് വിറ്റ്. എന്നിട്ട് ആ 15,000 രൂപക്ക് ഞാൻ അക്കൗണ്ട് ഇട്ട് കൊടുത്ത് മൊബൈൽ വാങ്ങി. എൻ്റെ സംസാരിക്കാതിരിക്കണ്ടല്ലോ. എന്നിട്ട് ഞാൻ വെക്കേണ്ട ഒരു ചെറിയ മൊബൈൽ, അത് കൺട്രാക്റ്റിന്റെ മൊബൈലാണ്. ഇതൊരു പഞ്ച പാവിയടാ നീ. പാവപ്പെട്ടവന്റെ 35,000 10,000 രൂപയ്ക്ക് വിപ്പിച്ചില്ലടാ നീ. എന്തിനാടാ നിനക്ക് 15,000 രൂപ? എന്റെ ദേവൂട്ടിയുടെ മൊബൈൽ കക്കൂസിനകത്ത് വീണു. പുതിയ മൊബൈൽ വാങ്ങിയാൽ വേണ്ടി ഞാൻ അയച്ചു കൊടുത്തു. 2000 കൂടെ ഇട്ടാണ് അയച്ചു കൊടുത്തത്. നിന്റെ അടുത്ത് പറഞ്ഞടേ എന്റെ വിഷമം കേൾക്കണേ. എന്റെ കയ്യിലുള്ള പൈസക്ക് വാങ്ങിച്ചു കുടിച്ചിട്ട് അളിയ നിന്റെ വിഷമം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. വേറെ പോയില്ലല്ലോ, വേറെ പൈസ ഒന്നും പോയില്ലല്ലോ. ആര് പറഞ്ഞു? വീണ്ടും മെസ്സേജിന്റെ കുണുകുണു അടിച്ച് ഒരു ബാങ്ക് അക്കൗണ്ടും. എന്തൊരു ഗുണഗുണോടാ ഇത്? ഇല്ല ഞാൻ അറിയാതെ ഗുണഗുണിക്കിയത്. അതെന്തൊരു ഗുണഗുണു? അവളുടെ വീട് പണി നടക്കുകയാണ്. 2 ലക്ഷം രൂപ സഹായിക്കാൻ പറ്റുമോ? അയ്യോ 2 ലക്ഷം രൂപ? 2 ലക്ഷം രൂപയ്ക്കകത്ത് എത്ര പൂജ ഉണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഞാൻ എന്റെ വീട്ടിലെ ആധാരം എല്ലാം കൊണ്ടുപോയി പണയം വെച്ച് അമ്മയച്ഛനും അറിഞ്ഞൊന്നുമില്ല. വീട്ടിൽ നല്ല കറവുണ്ടായിരുന്നു. പക്ഷെ രാത്രി ആരോ അടിച്ചോണ്ട് പോയി ഞാൻ അറിഞ്ഞുകൂടാത്ത അഭിനയൊക്കെ അഭിനയിച്ച് അതിനെ കൊണ്ടുപോയി വിറ്റ് 2 ലക്ഷം രൂപ ഞാൻ റെഡിയാക്കി വെച്ച്. എന്നിട്ട് നീ കൊടുത്താ? അന്ന് രാത്രി അവൾ അഡ്രസ് ചോദിച്ചപ്പോൾ അവള് പറയണത് എനിക്ക് എന്തൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് എന്നെ ബ്ലോക്ക് ചെയ്തത്. വലിച്ചടേ
ആക്കളാൻ തോന്നുന്നു ആക്കളെ ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ പാടില്ല നിനക്ക് 2 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞില്ലേ എനിക്ക് അയ്യോ എന്റെ 2 ലക്ഷം പോയി. സതീശ അയ്യോ അവള് ബ്ലോക്ക് മാറ്റി വീണ്ടും മെസ്സേജ് അയച്ചാൽ 2 ലക്ഷം കൊടുക്കൂ. കൊടുക്കും. അവളെ ചെപ്പാക്കുറ്റിക്കിട്ട് കൊടുക്കും ഞാൻ. അങ്ങനെ വേണോളിയാ, അങ്ങനെ വേണം. ആണുങ്ങളായ അങ്ങനെ വേണം. അങ്ങനെ ഉള്ളവന്മാർ ഇവിടെ സൂഹിക്കണ്ടല്ലയാ ചേട്ടാ. അത് നീ വിട്ടുതരാ, അത് മറന്നേരാ നീ. എനിക്ക് മറക്കാൻ പറ്റൂലടാ. എടാ നീ അവളെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ മറക്കാൻ തരാ ഇത്ര പാട്. ഞാൻ അവളെ കണ്ടിട്ടില്ലെങ്കിൽ എന്റെ മനസ്സിൽ അവളെ രൂപം ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. എങ്ങനെ കേക്കണോ? നല്ല ഐശ്വര്യറായിയുടെ അതേ മുഖം, ഐശ്വര്യ റായ് അല്ല, ഒരു റാ. നല്ല സുസ്മിതാസനിന്റെ അതേ കൈകൾ, സൗന്ദര്യമുള്ള കൈകൾ. അതുകൊണ്ടാണ് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത്. പിന്നെ നല്ല വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത 2 കാലുകൾ എന്നെ കാണാൻ വേണ്ടി ഓടി വരും. അയ്യോ അടുപ്പിന്ന് വലിച്ചൂരിയ കാലടേ. അയ്യോ മൊത്തത്തിൽ വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ദേവതാ ശില്പം. എല്ലാത്തിനും കാരണം മറ്റേ അവന്റെ പാറുകുട്ടിയാണ്. ഓ ഏയ്, നിനക്ക് മനസ്സിലാവും കേട്ടോ. നിനക്കൊരു ദേവൂട്ടി ഉണ്ടല്ലോ, നിന്നെ ചതിക്കുമ്പോ നിനക്ക് മനസ്സിലായി. എല്ലാ പെമ്പിള്ളേരും തേക്കോടെ, എല്ലാ പെമ്പിള്ളേരും തേക്കും. എന്താ ദേവൂട്ടി പറയണ എന്താ കയ്യാങ്കളി ചുമ്മാ അല്ലടാ. ദേവൂട്ടിയെ പറ്റി അവൻ എന്താ യോഗ്യത ഉണ്ട്? ദേവൂട്ടിയെ പറ്റി സംസാരിച്ചത് കുറുകുട്ടിയെ പോലെയല്ല എന്റെ ദേവൂട്ടി. എന്റെ ദേവൂട്ടി തമ്പുരാട്ടിയാണ്ടാ. ഓ തമ്പുരാട്ടി ചതിക്കുമ്പോ മനസ്സിലാവുന്ന അയാള് എന്റെ ദേവൂട്ടി ഉണ്ടല്ലോ, അവളെ ഞാൻ എന്ന് സ്വപ്നം കാണും. എല്ലാ ദിവസവും രാവിലെ ഉറക്കണീറ്റ ഉടനെ എന്റെ ഇല്ല ചുമ്മാ അല്ലടാ പറയട്ടടാ അടങ്ങ്. എല്ലാ ദിവസവും ഉറക്കണീറ്റ ഉടനെ എന്റെ ഇല്ലത്തിനോട് ചേർന്ന് കിടക്കുന്ന അമ്പലക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഈറനെടുത്ത് എന്റെ കുടുംബ സർപ്പക്കാവിൽ വിളക്ക് വെക്കുന്ന എന്റെ സ്വന്തം തമ്പുരാട്ടി, എന്റെ ദേവൂട്ടി. നീ ഈ തമ്പുരാന്റെ ഇല്ല കണ്ടിട്ടുണ്ടോ? ഇല്ല, അവൻ കൊണ്ടുപോയിട്ടില്ലല്ലോ ഇത്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്തത്. എന്നെ കൊണ്ടുപോയിട്ടില്ല, പക്ഷെ ഈ തമ്പുരാന്റെ ഇല്ലത്തിനടുത്തൊരു ജോലി കണ്ട ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. ഒരു പണി ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ ഇവന്റെ തമ്പുരാന്റെ ഇല്ല ഞാൻ കണ്ട്. നിനക്കറിയോ, ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ്, അതിന്റെ 2 സൈഡിൽ ടാർപോളും വലിച്ചു കെട്ടിയിരിക്കുന്നു. അതിനകത്താണ് ഇവന്റെ ഇല്ല. അങ്ങനൊന്നുമില്ല. ഇവൻ പറഞ്ഞില്ലേ അവന്റെ തമ്പുരാട്ടി എന്നും രാവിലെ എണീറ്റ് അവന്റെ തൊട്ടടുത്തുള്ള മറ്റേ അമ്പലക്കുളത്തെ മുങ്ങിക്കുളിക്കണം. ഡ്രെയിനേജ് കുഴിയിൽ മഴവെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. അതിനകത്താണ് ആ കോളനിയിലെ കംപ്ലീറ്റ് പിള്ളേരും കുളിക്കുന്നത്. അതിനകത്താണ് ഈ തെണ്ടി ഒന്ന് മുങ്ങിന്ന് വളർന്നു കഴിഞ്ഞാൽ അവന്റെ വാക്കകത്ത് 3 മാക്കറെങ്കിലും കാണും. അവന്റെ അമ്പലക്കുളം. നിന്റെ അച്ഛന് ഡ്രൈവർ ജോലിയല്ലേ? ഇനി മുതൽ എവിടെയെങ്കിലും വണ്ടി യാത്ര പോകുമ്പോ കയറ്റം കയറുമ്പോ വണ്ടി നിന്ന് കഴിഞ്ഞാൽ ഇവനെയും കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ മതി. എന്തിന്? ഇവനെ അമ്മാതിരി തള്ളല്ലേ തള്ളുന്ന, ആരും തള്ളണ്ട. അസൂയാണ് ഇവന്റെ പാറുട്ടി, അവന്റെ തേച്ചുണ്ട് അസൂയാണ് അവൻ കാണിക്കുന്നത്. അയ്യോ അയ്യോ അമ്മോ. ആണുങ്ങളൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. ഇതാ നിന്റെ 500 രൂപ. അന്നെ 500 രൂപ നാടകം പൊളിഞ്ഞളിയാ. എന്തിനാണ് പറഞ്ഞത്? 30 ദിവസത്തെ ക്രൂറ്റീസ് തുടക്കത്തിലേ പൊളിഞ്ഞു കൊട്ടേ കയറിയല്ലേ. യാതൊരു ഫസ്റ്റിലെ ഡയലോഗ് തെറ്റിച്ചാണ്. ഡയലോഗൊന്നും തെറ്റിയില്ല. സ്വന്തം നാടകമല്ലേ, ആദ്യ നാടകമല്ലേ എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ നിന്ന് 2 ഡയലോഗ് ഇട്ട് മൊത്തം കയ്യിൽ നിന്ന്. എന്തോന്ന് ഡയലോഗാടാ കയ്യിൽ നിന്ന്? ദേവേന്ദ്രൻ കയറി വരാനല്ലേ, ഞാനാണല്ലേ കാലൻ. ഇവൻ തന്നേച്ച ക്ലാറ്റ് മീറ്റിനടുത്ത് ദേവേന്ദ്രന്റെ കൊടുത്ത് നീയാണല്ലേ തുടക്കം വേണ്ടാണ്. ഫസ്റ്റ് പരിപാടിക്ക് അടി കിട്ടിയില്ല. കന്നി പരിപാടി ആദ്യമായിട്ടാണ്. എനിക്കറിയാം രമേശനെ അറിയാം. കന്നി പരിപാടിയല്ലേ അടി കിട്ടിയത്. ഇനി പരിപാടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഓരോ സ്ഥലം അടി കിട്ടും തോറും നിനക്കത് ശീലമായിക്കോളും കേട്ടോ. ഇനി അടുത്ത് വരുന്ന പരിപാടി ഇതിലെ അടിപൊളിയായിട്ട് പൊളിഞ്ഞു കൊട്ടേ കയറാൻ പറ്റും ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ ഗ്ലാറ്റ് മീറ്റ് ഒരു ഗ്ലാറ്റ് മീറ്റ് തന്നാണ് ഈ കാലൻ യമ കണ്ട കാലൻ. ഓ അവൻ പോയടാ. അതല്ല പൊന്നീച്ചയോട് പോകാൻ പറയാൻ. അവ അടിക്കണമെങ്കിൽ അടിക്കട്ടെ. എന്തിനാണ് ഈച്ചയൊക്കെ വേറിട്ട് പോണത്? നീ വല്ല ആവശ്യമുണ്ട് അങ്ങോട്ട് മാറി പെരിപ്പിടേ. നീയൊക്കെ വെള്ളം അടിച്ച കൂറാണല്ല. സതീശ അവിടെ, സതീശ അവിടെ. അവൻ എവിടെ വെള്ളം അടിച്ച് വിറ്റായിട്ട് കിടക്കണം തോന്നുന്നു. സതീശ, ഡേയ് സതീശ. കൊല്ലണം. കൊല്ലണം? ആരാ? അവളെ കൊല്ലണം. എവളെ? എന്റെ ശത്രു. അതാണായാലും പെണ്ണായാലും മറയിൽ പോയി പൊക്കണം. യാത് മറയില്? കുളിമറയില്. വൃത്തിയായിട്ട് പറയല്ലേ. പ്രാന്തടാ. ചുമ്മാ സതീശ. അങ്ങനെ എനിക്ക് അവളെ കൊല്ലാൻ പറ്റൂലടാ. ഈ കുളത്തിൽ എത്ര പേര് മരിച്ചിട്ടുണ്ടോ? 5 പേര്. അല്ല, പിന്നെ 6 പേര് എന്നെയും കൂടെ കൂട്ടി. എന്ത്? ഞാൻ ചാവാൻ പോകും. ചുമ്മാ എനിക്ക് ഇനി ഒരു ജീവിതമില്ല. സതീശ ഇറങ്ങ്. ഇല്ല, എനിക്ക് ഇനി ഒരു ജീവിതമില്ല. ഡേയ് ഞാൻ മരിക്കുമ്പോൾ സതീശൻ കുളിക്കാനല്ല, കുളത്തിലോട്ട് കുതിക്കാനാണ്. മെസ്സഞ്ചർ തപ്പി വന്ന അളിയാ നിന്നെ പോലീസ് പിന്നെ രമേശനാണ് പറഞ്ഞ ഇറങ്ങണം. എനിക്ക് മരിക്കണോടാ. രമേശനാണ് പറഞ്ഞ ഇറങ്ങ. ഞാൻ മരിക്കട്ടാ. എന്റെ പൊന്ന് സതീശ, നിന്റെ രമേശനാണ് പറയുന്നത്. ഒന്ന് ഇറങ്ങടാ എന്റെ പൊന്നു മോനെ. സതീശ, സതീശ,
സതീശ സതീശൻ പോയടാ, എന്നെ സതീശൻ പോയടാ, ഞാൻ കൊന്നടാവലെ. എടാ ഒന്ന് കണ്ണു തുറന്ന് ഇങ്ങോട്ടൊന്ന് നോക്കടാ. ഇതാരടാ നിൽക്കണം? എന്തൊരു ഓവർ ആക്ടിങ് എടാ, ഇങ്ങനെ ഉണ്ടാടാ. യവൻ ചത്തില്ലേ? ചത്ത കൊല്ലും ഞാൻ എന്തായാലും. ഞാൻ വിചാരിച്ചു ചത്തം. അതെയാ നീ പാറൂട്ടി പോട്ട്. ഇനി ആ പേര് പറഞ്ഞ് നീ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. നിന്റെ അമ്മയെ നോക്കണം, അച്ഛനെ നോക്കണം. ഒരു പെണ്ണ് പോണെങ്കിൽ പോട്ടറാ. അതെയാ നീ എന്തോന്ന് കാണിക്കണം? നീ എന്തോ നാടകം കളിക്കണം നീ? എനിക്കിനി ജീവിക്കണ്ട, ചുമ്മാ കളിയാ. എനിക്ക് ജീവിക്കണ്ട. രമേശ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. നീയാണ് പാർവതി മേനോനെന്ന് ചെന്ന് പറഞ്ഞ് കാര്യം മാറ്റി. ഈ സമയത്ത് ഞാനാണ് പാർവതി മേനോൻ അവനെ വെട്ടി കൊല്ലവൻ. എടാ അത് പറഞ്ഞാൽ പറ്റില്ലെങ്കിൽ അവൻ മരിക്കൂടാ. മരിക്കൂ? പിന്നല്ലാതാ. എടാ ഞാൻ എങ്ങനെ പറഞ്ഞു? നീ ഒരു എന്തെങ്കിലും ഒരു മയത്തിൽ നീ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറയട്ടാ, അവൾ എന്നെ പറ്റിച്ച ഈ മൊബൈല് എനിക്കിത് ഇനി വേണ്ട, വെള്ളത്തിൽ കിടക്കട്ടെ. എടാ പുല്ല, അതെന്റെ മൊബൈലടാ. എന്റെ മൊബൈൽ മൊബൈല് ഇത് നിന്റെ മൊബൈൽ. വേണ്ട, അവൾ എന്നെ പറ്റിച്ചതല്ലേ, ഇതിലാണ് അവൾ ചാറ്റ് ചെയ്തത്. ഇത് വെള്ളത്തിൽ കിടക്കട്ടെ. എടാ വെള്ളത്തിൽ മൊബൈൽ വീണ കുഴപ്പമുണ്ട്. അപ്പോഴേ അടിച്ചു എന്നാ ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ നിന്റെ മൊബൈലിന് ബോധമുണ്ടല്ലേ? ഒരു മയത്തിന് പറയാം. എന്നെ മാറൂട്ടി, എനിക്ക് വേണം. പാറൂട്ടി ഇങ്ങോട്ട് വാ. ഡേയ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക് സതീഷ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേള് സതീഷ. സുധീഷേ, മയത്തിന് പറഞ്ഞോളാം. മയത്തിന് പറ. എടാ ഫേസ്ബുക്ക് വഴി കള്ള പേരില് നിന്നെ പറ്റിച്ച് പൈസ വാങ്ങിച്ചത് പാറൂട്ടിയല്ല, പാർവതി മേനോനല്ല, ഈ പന്ന കരിക്കട്ടി. എവനാണടാ ഈ രമേശൻ? കൊല്ലളിയാവന്. ഇതാണാ മയത്തിൽ പറഞ്ഞ നീ? അയ്യോ കയ്യിന്ന് പോയളിയാ, ഞാൻ മറന്നുപോയി. മയത്തിന് പറയണ കാര്യം മറന്നുപോയി. എവനാണടാ? കൂട്ടുകാരൻ്റെ അടുത്ത് കാണിക്കുമെന്ന് വിചാരിച്ചില്ലടാ. കാച്ചിന് കുറച്ച് അത്യാവശ്യം വന്നുപോയി, അതുകൊണ്ടാണ്. വേറെ നിർത്തിക്കരുത്. എന്നാലും നീ എൻ്റെ അടുത്ത് തന്നെ ഇത് പറ്റിപ്പോയി അളിയാ. ചോദിക്കായിരുന്നു, ഒരു നാണമില്ലാതെ പട്ടിയെ പോലെ. വേണ്ടതാ അമ്മ, ഞാനിന്ന് വീട്ടിൽ പറഞ്ഞില്ല. ഞാൻ ചാവാൻ പോണമ്മ, എനിക്ക് ചാവണം. ഞാൻ ചാവും. ചുമ്മാ നീ 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 പറ്റിപ്പോയി. രമേശ, യവൻ വല്ലതും ആത്മഹത്യ ചെയ്താ ദൈവം ക്ഷമിക്കൂലടാ. മര്യാദയ്ക്ക് അവനെ വീട്ടിൽ കൊണ്ടാക്ക്. ഞാൻ വീട്ടിൽ പോയി കിടക്കാൻ പോവാണ്, മനസ്സിലായില്ലേ? അമ്മ വാതിൽ പറ. അമ്മ ഞാൻ വന്നമ്മ. അവൻ വീട്ടിൽ പോയി വാതിലടച്ച. അമ്മ വാതിലടാ. ഈ ചെറുക്കനെ ആട്ടി അടിച്ച് വീട്ടിൽ കൊണ്ടുപോകണ്ടേ? ആട്ടോ ചെറുക്കനെ പതുക്കെ കയറ്റി കടത്ത് പതുക്കെ കടയടാ, കുലുക്കാതെ ഓട്ടിച്ചോ. ഫോണടിക്കാടാ, പാരാത്രി നിന്റെ അച്ഛൻ വന്നിരിക്കുന്ന റോട്ടിൽ. പതുക്കെ ഓട്ടിക്കൊണ്ടുപോ. ഇന്നലെ ഇവിടെ കിടന്നുറങ്ങിയ എന്തൊരു ഉറക്കമെന്നാ? ഇന്നലെ മനുഷ്യനെ ഉറക്കിയാടാ നീ? എന്തോ സീനായിരുന്നടാ ഇവിടെ നീ? സുധീഷേ, എവനാ ഓട്ട കയറ്റി വിട്ടല്ലേ? തിരിച്ചു വന്നാ പൈസ പോലും നീ തല്ലേ ഓട്ട? ഞാനാണ് കൈ ദൂരെയാണ് ജോലി. ദൂരെ ജോലി. നീ ഇന്നലെ എന്തോന്ന് കാണിച്ചു കൂട്ടി ഇവിടെ? ആ പെണ്ണ് തേച്ചെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോണെന്നൊക്കെ പറഞ്ഞു. പരിചയമില്ല, അതുകൊണ്ടാണ്. എടാ പെണ്ണ് തേച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ആത്മഹത്യം ചെയ്തില്ല. എനിക്ക് അപ്പോഴെന്തോ ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല. നീ ഇന്നലെ പറഞ്ഞ കഥ സൂപ്പർ കേട്ടാ. അതെയാ? നമുക്ക് വൈകുന്നേരം കാണാം. ഇവിടെ കാണണേ, കുറച്ച് ദൂരെയാണ് പണി. വൈകുന്നേരം കാണാം. എന്താടാ പറയണത്? എന്താടാ എലി പോലെ വന്നോ മല പോലെ പോണതാ? ഇന്നലെ ചാടി ചാവാൻ പോണെന്ന്. സമയം എന്തായി? 6:30. 6:30? എന്റെ പൊന്നളിയ എവിടെ മൊബൈല്? ഞാൻ പറഞ്ഞില്ല 3 ദിവസം മറ്റേ ദേവൂട്ടിയായിട്ട് പ്രണയത്തിലെന്ന് പറഞ്ഞു. അവൾ നമ്മളെ കാവല് അമ്പലത്തിൽ വരും എന്നെ കാണാൻ വേണ്ടിട്ട്. 7 മണിക്ക് വരാന്നാണ് പറയുക. എനിക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം. നിന്റെ FB-യിലെ ദേവൂട്ടി മെസ്സേജ് അയക്കണില്ലേ? അത് ഞാനാണ്. പൈസക്ക് കിട്ടിയ ആവശ്യം വന്നപ്പം ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. നീ ഇനി അവനെ പോലെ ആത്മഹത്യ ചെയ്യാൻ പോണെങ്കിൽ എനിക്ക് വയ്യളിയാ. അവന്റെ അമ്മയ്ക്ക് പൈസ ഇല്ല, ഇവിടെ അങ്ങ് ഇശിക്കി. അത്യാവശ്യം ആയി പോളിയാ. അത് നീ വേറൊന്നും വിചാരിക്കില്ല. ഞാൻ നേരത്തെ പറയണമെന്ന് വെച്ചാണ്. ഇനിയിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ നീ ഇതുപോലെ കുളത്തിൽ ചാടി. അമ്മ ഇനി എന്നെ നോക്കണ്ട കേട്ടാ. ഞാൻ പോണം, ഞാൻ ഇനി വരൂല. നീ ആത്മഹത്യ ചെയ്യാൻ പോണ അവനെ പോലെ? ആത്മഹത്യാനല്ല, നിന്നെ കൊന്ന് ജയിലിലേക്കാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവരും കരുതിയിരിക്കുക. ഇതുപോലെ ഫേസ്ബുക്കിലൂടെ നിങ്ങളെയും ചതിക്കുഴിയിലാക്കാൻ ആളുകൾ വരും. കരുതിയിരിക്കുക.
എന്നെ തേച്ചൊട്ടിച്ചിട്ട് മെസ്സേജ് ഉണ്ടാക്കുന്ന നാളെ ഇങ്ങോട്ട് വാടാ പുല്ലേ. നല്ല സ്കിറ്റായിരുന്നു. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഇനി എന്താണെങ്കിലും നമ്മുടെ രണ്ട് താരങ്ങളോട് തന്നെ നമുക്ക് ചോദിക്കാം. നെൽസൺ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? അടിപൊളിയായിരുന്നു, സൂപ്പർ. നല്ലൊരു മെസ്സേജ് ആയിരുന്നു ഇതിനകത്തുള്ളത്. സ്കിറ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു നല്ല മെസ്സേജ് ഈ സ്കിറ്റിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഇപ്പോൾ അറിയാലോ, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാം അറിയാവുന്ന, അത് വെച്ച് തന്നെ കൈകാര്യം ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ? അല്ല, എന്തറിയാവുന്നതാണ് ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായി. എന്തറിയാന്നോ? അനുഭവത്തിൽ എന്തെങ്കിലും? എനിക്ക് അനുഭവത്തിലൊന്നും ഇല്ല. അല്ല, നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടൊക്കെ അറിയാമല്ലോ. ഇങ്ങനെ ഒരുത്തർ തേക്കുന്ന നമ്മളെ ഇങ്ങനെ പറ്റിച്ച് ഇങ്ങനെ പൈസ മേടിക്കുന്നത് സാധാരണ ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ നേരത്തെ നമ്പർ വെച്ചിട്ട് വിളിച്ചിട്ട് ചാർജ് ചെയ്യിപ്പിക്കുമായിരുന്നു. എനിക്കൊരു പെണ്ണിൻ്റെ സൗണ്ടിൽ സംസാരിച്ച് അങ്ങനെ തുടങ്ങിയ സംഭവം. പിന്നെ ഇങ്ങനെ ആയി വന്ന് ഫോട്ടോ ഒക്കെ ഇട്ട് എത്ര രൂപ പോയി ചാർജ് ചെയ്ത്? എൻ്റെ പൈസ ഒന്നും പോയി, എന്നെ അങ്ങനെ ആരും പറ്റിക്കാറുമില്ല, പറ്റിച്ചിട്ടുമില്ല. എന്തായാലും സൂപ്പർ സ്കിറ്റായിരുന്നു, അടിപൊളി, സൂപ്പർ. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട്, പിന്നെ പ്രശാന്ത് അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിട്ട്. സാജു എല്ലാം 3 പേരും നല്ല ഇച്ചിരി എടുത്ത് പറയേണ്ടത് ഷജീർ. ഷജീർ അടിപൊളിയായിരുന്നു, സൂപ്പർ. ഓക്കെ, ഉല്ലാസ് ചേട്ടാ. പ്രശാന്തേ, നീ എത്ര പേരെ കൊണ്ട് ചാർജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്? സത്യം പറയണം. ഞാൻ ചാർജ് ചെയ്യിപ്പിച്ചിട്ടില്ല. എന്നെ ഫീമെയിൽ വോയിസിലൊന്നും സംസാരിച്ചേ. എന്നെ കൊണ്ട് ചാർജ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഫീമെയിൽ വോയിസിലൊന്നും സംസാരിച്ചേ. ഞാനോ? എന്തെങ്കിലും ഒരു ഡയലോഗ്. എന്ത് പറയും? ഹലോ, എന്നോട് സംസാരിക്കും. സ്ഥിരം ഉല്ലാസിന് വരുന്നുണ്ട്, നീയാണോ ചെക്ക് ചെയ്യാൻ? നിങ്ങൾ അത്രയും സമയവും അഭിനയിച്ചത് വളരെ ലൈഫായിരുന്നു. അതിൽ പ്രശാന്ത്, ദീപു, അപ്പോൾ ഷബീർ, നിങ്ങൾ 3 പേരുടെ അഭിനയം ഗംഭീരമായിരുന്നു. വളരെ നാച്ചുറാലിറ്റി ആയിരുന്നു. സ്ക്രിപ്റ്റ് വൈസും നിങ്ങളുടെ അഭിനയം വെച്ച് നോക്കുമ്പോൾ സൂപ്പർ, അടിപൊളി. സോ ഓഡിയൻസ്, ഈ ഒരു നല്ല എല്ലാവരും ആസ്വദിച്ച ഈ ഒരു സ്കിറ്റിന് എത്ര സ്റ്റാർസ്? ഓക്കെ, സോ 4 സ്റ്റാർസ് ആണ് നമ്മുടെ ഓഡിയൻസ് നമ്മുടെ ഈ ഒരു സ്കിറ്റിന് വേണ്ടി ഇവിടെ തന്നിരിക്കുന്നത്. സോ 4 സ്റ്റാർസ് നേടിയ നമ്മുടെ ഈ ഒരു ടീമിന് സമ്മാനം നൽകാനായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നെൽസൺ ചേട്ടൻ ആൻഡ് ഉല്ലാസ് ചേട്ടൻ. കോമഡി മസാലയിൽ ഇനി നമുക്ക് ആ ഒരു സ്പെഷ്യൽ പെർഫോമൻസിനുള്ള സമയമായിരിക്കുകയാണ്. സോ ലെറ്റ്സ് വെൽക്കം ശരത് പാനാവലി. വെൽക്കം ടു ടി. നൈസ് ടു മീറ്റ് യു. ഓക്കെ, സോ ശരത് എവിടെ നിന്ന് വരുന്നു? എൻ്റെ വീട് പാണാവളിയിലാണ്, ചേർത്തല പാണാവളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ചേർത്തല. ഓക്കെ, വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വേറെ ഞാൻ ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രീഷ്യൻ വർക്ക് ചെയ്യുന്നു. ഇലക്ട്രീഷ്യൻ ആണ്. ഓക്കെ, അപ്പൊ ശരത് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എന്താണ് പെർഫോം ചെയ്യുന്നത്? ഇത് കുറച്ച് സ്റ്റാർസിന്റെ ശബ്ദമാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ചെമ്പം വിനോദേട്ടന്റെ വോയിസ്. ഓക്കെ, ചെമ്പൻ വിനോദ്. നമ്മുടെ ലോകത്ത് പലതരത്തിലുള്ള കള്ളന്മാരാ. ഒരു ജാതി മണങ്ങിനിട്ടിട്ട് വാളിനെ പിടിക്കണ പരിപാടിയാ. വലിയ വലിയ കള്ളന്മാർക്കൊക്കെ ചുവന്ന വണ്ടിയും പോലീസിന്റെ എസ്കോട്ടും. നമ്മളെപ്പോലുള്ള കള്ളന്മാർക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ട്, ഒരു പെൻഷൻ ഉണ്ട്. അതാണ് പറഞ്ഞത്, ഈ നാടൻ നന്നാവില്ല. മാർട്ടിട്ട് പ്രേമിക്കാൻ പറ്റിയ വല്ല പെമ്പിളുണ്ടാ. താങ്ക് യു. താങ്ക് യു. അപ്പൊ അടുത്തൊരു താരം നമ്മുടെ വിനയ് ഫോർട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെ ഒരു സീൻ. ബാലചേട്ട പോയി, ബാലചേട്ട എല്ലാം പോയി. പുതിയ കാവി ടെക്സ്റ്റൈൽസുകാർ വളഞ്ഞിട്ട് പിടിച്ച് വണ്ടിയുമ്പോ ലോഡുമ്പോ എല്ലാം പോയി. ഞാനും മജീദും രണ്ടും വഴിക്കാണ് ഓടി. എന്തായാലും മജീദ് പോലീസിന് പിടികൊടുത്തിട്ടില്ല. ഞാൻ വെള്ളം ഓടിച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കാറില്ല. ഞാൻ വെള്ളം ഓടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല, വെള്ളം ഓടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. താങ്ക് യു. ചില സ്ഥലങ്ങളുണ്ട് കറക്റ്റ് അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്തൊരു താരം നമ്മുടെ സലീം കുമാരേട്ടൻ, അദ്ദേഹത്തിന്റെ ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിലെ സീൻ. ഓക്കെ, ഇവിടെ വരൂ, ആ സ്മോക്കർ നടിക്കൂ. എന്റെ അണ്ണാക്കില് കുത്തിക്കല്ല പറഞ്ഞത്. ഈ ഡാൻസ് തുടങ്ങുമ്പോണ്ടല്ല ഈ പുക എങ്ങോട്ട് നിർച്ചണം. അവർക്ക് ചേഞ്ച് കൊടുത്തിട്ട് ചേഞ്ച് കൊടുക്കാം. ചാക്കി ചക്കീച്ച ചിക്കി ചക്കീച്ച. ആരുടെ കൂടെ വന്നു? ഞാനോ തന്നെ വന്നു. അവൻ കൃഷ്ണനോട് വന്നു, കൃഷ്ണൻ അവന്റെ കൂടെ വന്നു. നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഞാൻ വരുന്നു. ആരെങ്കിലും ചോദിക്കണെങ്കിൽ അമ്മാവന്റെ മനെന്ന് പറഞ്ഞേ.
തൽപര കക്ഷിയല്ല. താങ്ക് യു. ശരിക്കും സലീം വേണ്ട, ശരിക്കും. താങ്ക് യു. അപ്പോൾ ഞാൻ കുറച്ചു മുമ്പ് ചെമ്പമീനോട്ടൻ്റെ വോയിസ് ചെയ്തു. അപ്പോൾ വെള്ളാപ്പള്ളിയിൽ നിന്നും ചെമ്പമീനോട്ടൻ ഒരു മോർഫിങ്. നമ്മളിലത് പലതരത്തിലുള്ള കള്ളന്മാരാ. ഒരു ജാതി വലിയ വലിയ കള്ളന്മാരെ സൂന്നിട്ട് വണ്ടി പോലീസിന്റെ സ്കോട്ടും നമ്മളെ പോലുള്ള കള്ളന്മാർക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ട്. താങ്ക് യു. സാർ എന്തെങ്കിലും കലക്കി. താങ്ക് യു. ഇനി നമ്മുടെ പ്രിയങ്കരനായ ജഗതി ചേട്ടൻ്റെ ഒരു വോയിസ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എവർക്കും വേണ്ടി ഞാനൊരു പാട്ട് പാടാം. പണ്ടൊക്കെ കേട്ടു പറഞ്ഞൊരു പാട്ടിന്റെ സമയം കാണുമെങ്കിലും അത് യാദൃശ്ചിക മാത്രം. ഞാൻ പാടട്ടെ. രാമ ശ്രീരാമ നിന്നെ തേടി വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം സീത വരും കൂടെ. താങ്ക് യു. സൗണ്ട് മാത്രല്ലടാ, ബോഡി ലാംഗ്വേജ് വരെ ഏകദേശം അങ്ങോട്ട് ജഗതി ചേട്ടൻ തന്നെ. ഇനി നമ്മുടെ പ്രിയങ്കരനായ അനിയപ്പൻ ചേട്ടൻ, നമ്മുടെ ക്രോണിക് ബാച്ചിൽ എന്ന ചിത്രത്തിലെ കള്ളുകൂടിയനെ കിട്ടുന്ന. ഓക്കെ. നിന്നെ ഞാൻ ഇന്ന് കൊല്ലൂടാ കുരുത്തം കെട്ടവനെ, അടുക്കുമ്പോ മാറിക്കളയുന്നൂടാ പോർക്കെ. എടാ സജീവ എടാ ഞാൻ തെറ്റും ചെയ്തില്ലടാ. ആ കാലമാടന്മാരെല്ലാവരും കൂടി എന്റെ കൈ പിടിച്ച് തിരിച്ച് താക്കോൽ പിടിച്ചാടാ സജീവ. എടാ എന്നോടൊന്ന് ക്ഷമിച്ചെന്ന് പറയടാ, വഴിന്ന് മരണക്കളവാ. ഒരു ആസ്ഥാന കുടിയനെയാണ് അദ്ദേഹം ഇപ്പൊ മിമിക്രി ചെയ്തത്. കറക്റ്റ് ആണ് കേട്ടോ, സൂപ്പർ. നമ്മുടെ വിനായകൻ ചേട്ടന്റെ വോയിസ് നോക്കാം. ഹലോ കൃഷ്ണ, ഞാനാടാ ഗംഗേന്. ഒന്നുമില്ലടാ, ചുമ്മാ വിളിച്ചാണ്. ഒന്നുമില്ല ആശാനെ, പണിപാളിയെ പോലെ തോന്നുന്നുണ്ട് ആശാനെ. അവന്മാര് ചെറിയ ടീമല്ല, വലിയ ടീമാണ്. അവന്മാര് ഉറക്കില്ല, ഉറപ്പാണ്. ആ ഇമോഷൻസ് ഒക്കെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു വെരി ഗുഡ്. താങ്ക് യു. ഇനി ഒരു മ്യൂസിക് ചെയ്യാം. ഒരു DJ മ്യൂസിക്. ഓക്കെ. ഓക്കെ. ഇനി അടുത്ത അവസാനമായിട്ട് ഒരു കടൽ തീരത്തില് ശരിക്കും നമ്മളൊരു ബീച്ചിൽ പോയിരുന്ന ഫീൽ ഉണ്ടായിരുന്നു ശരിക്കും. നെൽസൺ ചേട്ടാ ശരത് അടിപൊളി. താങ്ക് യു. സൂപ്പറായിരുന്നു. ചെയ്ത സ്റ്റാറുകളെല്ലാം ആദ്യം നമ്മുടെ ചെമ്പൻ ചേട്ടൻ്റെ സൗണ്ട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടെ പറഞ്ഞു വെള്ളാപ്പള്ളി സാറിനെ പറയുമായിരിക്കും. അപ്പോൾ അത് തന്നെ മിക്സ് ചെയ്ത് തന്നെ പറഞ്ഞു. എല്ലാം അടിപൊളിയാണ്, ചെയ്തതെല്ലാം അടിപൊളി. ശരത്തെ ഗംഭീരമായിരുന്നു. എല്ലാ സ്റ്റാറുകളും വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. താങ്ക് യു സോ മച്ച് ശരത്. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലത്തെ ക്രിയേറ്റിവിറ്റി ഇനിയും വർക്കൗട്ട് ആവട്ടെ അല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് us. താങ്ക് യു. ഹായ് ഉല്ലാസ്, ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് വരുന്നു. ഞങ്ങളുടെ പൂത്ത കാശാണ്. പൂത്ത കാശ. അതെ ഇഷ്ടം പോലെ കാശുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കാശ് വെച്ച് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കാശ് കൊടുക്കണേ? ഇങ്ങനെയല്ലേ കൊടുക്കണേ? ഞങ്ങൾ ഇങ്ങനെ ഷവലിന് കുത്തി കോരി കൊടുക്കും. വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഹൈറേഞ്ചിൽ ഞങ്ങളൊരു റേഡിയോ തുടങ്ങുന്നൊരു FM തുടങ്ങാൻ പോവാ. ഹൈ റേഞ്ച് FM. ഹൈ റേഞ്ച് കിട്ടുമോ? അത് ശരി, ഹൈ റേഞ്ചിന് റേഞ്ച് ഉണ്ടോ? സ്ഥലത്തിന്റെ പേരിനകത്ത് തന്നെ റേഞ്ച് കിടക്കല്ലേ. ഹൈ റേഞ്ച്. എന്റെ മൊബൈൽ ഉണ്ട്, അതിന്റെ മൂല പൊട്ടിയിരിക്കുക. നിലത്ത് വീണതല്ല. ഈ ഹൈ റേഞ്ചിന് റേഞ്ച് കുമിഞ്ഞു കൂടിയിട്ട്
ഇങ്ങനെ ചൂടായി പൊട്ടിത്തെറിച്ചു പോയതാ. എന്താ പ്രോഗ്രാം നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങളപ്പോ FM റേഡിയോ തുടങ്ങാൻ FM പോകണം. റേഡിയോ ഹൈ റേഞ്ച് തുടങ്ങുന്നു. ഹൈ റേഞ്ച് റേഡിയോ ഉയരം കൂടുന്തോറും പാട്ടിന് നീളം കൂടും. അത് കൊള്ളാം. ഇത് FM റേഡിയോ തുടങ്ങണമെങ്കിൽ നിങ്ങൾ RJs ആണോ? അതോ ഞാൻ RJ ജേക്കബ്. ഞാൻ RJ വില്യം. അത് ശരി. ഈ പുള്ളിയിലെ പണ്ട് മുതല് ഈ ഫീൽഡിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് മുതല് പുള്ളിയിൽ ഒരു RJ കിടന്ന് തുള്ളി കളിക്കണം ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് ശരി. അതങ്ങനെ മനസ്സിലായി. മറ്റേന്ന് പറഞ്ഞിട്ടോ സാധനം ഇട്ടു കൊടുത്ത് പഴയ അലൂമിനിയം പ്ലാസ്റ്റിക് ബുക്ക് പേപ്പർ ബക്കറ്റ് പൊട്ടിയത് വലിയ കൊടുക്കാറുണ്ടോ പഴയത് വലിയ കൊടുക്കാറുണ്ടോ? അതുകൊണ്ടാണ് നമ്മൾ FM തുടങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് വെച്ചൊക്കെ എങ്ങനെ ഒരു FM റേഡിയോ തുടങ്ങാൻ പറ്റും? അല്ല ഈ റേഡിയോ ഒക്കെ തുടങ്ങണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവ് വേണ്ടേ? അതെ അതെ. അയ്യോ ഞങ്ങൾക്ക് മൊത്തം കഴിവല്ലേ. അത് തന്നെയല്ല ഒരു റേഡിയോയിൽ പരിപാടി തുടങ്ങണമെങ്കിൽ ഒരു 4 പാട്ടും 4 ബ്ലോക്കും ഉണ്ടെങ്കിൽ ഒരു റേഡിയോയിൽ ഒരു പരിപാടിയായി. 4 പാട്ടും 4 ബ്ലോക്കും അതെങ്ങനെയാണ്? അതറിയാൻ പാടില്ലേ? ഹലോ ഞാൻ RJ ജേക്കബ്. എനിക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് ഭയങ്കര ബ്ലോക്കാണ്. തിരുവനന്തപുരത്ത് നിന്നുണ്ടല്ലോ നെയ്യാറ്റിൻകരയ്ക്ക് കട്ടപ്പനയ്ക്ക് ഒന്നും പോകാൻ കഴിയുന്നില്ല. ആകപ്പാടെ ജനങ്ങൾ വലിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആകപ്പാടെ 4 മണിക്കൂറുകൾ ബ്ലോക്കിൽ പെട്ട് ബുദ്ധിമുട്ടി കിടക്കുകയാണ്. വഴി തെറ്റി വന്നു ഞാനൊരു വാനം പാടി. കണ്ടോ? ഹലോ നമസ്കാരം, ഞാൻ RJ ജേക്കബ്. എനിക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനിപ്പോൾ വെഞ്ഞാറമ്മൂട് നിൽക്കുകയാണ്. വെഞ്ഞാറമ്മൂട് ഇടിമിന്നൽ കാരണം സിഗ്നലൊക്കെ മൊത്തം പോയി കിടക്കുകയാണ്. വെഞ്ഞാറമ്മൂട് നിന്ന് കല്ലറയ്ക്കോട്ടോ കാരറ്റോട്ടോ ആറ്റിങ്ങിലോട്ടോ പോകാൻ കഴിയുന്നില്ല. ഇവിടെ ഭയങ്കര ബ്ലോക്കിൽ ജനങ്ങൾ ബുദ്ധിമുട്ടി കിടക്കുകയാണ്. നീർമഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി ഗോപിൻ കരളിൽ മുങ്ങിത്തപ്പി മുത്തുകൾ ഞാൻ വാരി. ഇത് RJ ജേക്കബ്, ഞാൻ RJ വില്യംസ്. എങ്ങനെയുണ്ട്? ഇത് ഞങ്ങള് ഉയരും കൊടുത്തോറും പാട്ടിന്റെ നീളം കൂടും. ഇത് ഞങ്ങൾ തിരുവനന്തപുരത്തുനിന്നും ഹൈറേഞ്ചിലേക്ക് ഞങ്ങൾ കപ്പ പറിച്ചു നടന്നവരെ ഞാൻ നടാൻ പോവാ. ഇത് മാത്രം അല്ലാതെ വേറെ കഴിവുകളൊന്നും ഇല്ല. അദ്ദേഹത്തിന്റെ പാട്ടെന്ന് പറഞ്ഞാൽ അയ്യോ, വേണ്ടതേ. പാട്ട് വേണ്ട. പാട്ട് വേണ്ട. 3-ാമത്തെ പേജിൽ 5-ാമത്തെ പാട്ടാ. പാട്ട് വേണ്ട. പാട്ട് വേണ്ടെന്ന് പറയാ പേജും പറഞ്ഞു കൊടുക്കുക. ചിലപ്പോ മടക്കിയാലും അങ്ങനെ ഒരു പാട്ടുണ്ടോ? നോക്കട്ടെ. ഇത് മിഹ് മിഹ് എന്നല്ലാതെ പിന്നെ ഇതേത് പാട്ടാ? പ്രാവേ വഹ വഹ, പ്രാവേ വഹ വഹ. ഇതേത് പാട്ടാ? അങ്ങനെ ഒരു പാട്ടുണ്ടോ? പിന്നെ മനസ്സിലാകുന്നില്ല. പ്രാവേ വഹ വഹ എന്നല്ല. പിന്നെ പ്രവാഹമേ ഗംഗാ പ്രവാഹമേ. അത് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ഇത്രയും കാശുണ്ട്, നിങ്ങൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ബിസിനസ് ചെയ്തുകൂടായിരുന്നു? അല്ല, അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതെന്താ പറ്റാത്ത? കാരണം പണ്ട് ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. അന്ന് പാട്ട് കേൾക്കാനുള്ള സൗകര്യം ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. ഞായറാഴ്ച രഞ്ജിനി കേൾക്കാൻ വേണ്ടി ഞാൻ വീണ്ടും തൊട്ടപ്പോഴുള്ള തോമസ് ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ രഞ്ജിനി കേൾക്കണതിന് തൊട്ട് മുമ്പ് അവിടുത്തെ പയ്യൻ വന്ന് റേഡിയോ തൊട്ടിട്ട് പറയാ, റേഡിയോ ചൂടായി, ഇനി രഞ്ജിനി കേൾക്കില്ല, ഇറങ്ങി പോടാ. വളരെ വിഷമത്തോടെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ എനിക്ക് വയലും വീടും ഭയങ്കര ഇഷ്ടമായിരുന്നു. റേഡിയോയില് ഈ വയലും വീട് കേൾക്കാൻ വേണ്ടി ഞാൻ ദാമോദരന്റെ വീട്ടിൽ ചെല്ലുമ്പോ ദാമോദരന്റെ മോൻ എന്നെ കമ്പി വടിക്ക് അടിച്ച് ഓടിക്കും. ഞാൻ വയല് വഴി ഓടി എന്റെ വീട്ടിൽ വരുമായിരുന്നു. അന്നേരം അമ്മ സോപ്പ് കൂട്ടി കാണിച്ചിട്ട് പറയും, മോനെ ഇത് ഒരു റേഡിയോ ആടാ, ഇത് ഒരു റേഡിയോ എന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുമായിരുന്നു. അന്ന് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ എന്തെങ്കിലും ഒരു കോടീശ്വരനായി കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ ഹൈറേഞ്ചിൽ ഒരു റേഡിയോ തുടങ്ങുന്നു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം പ്ലാനിംഗ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ റേഡിയോ എഫ്എമ്മിനെ കുറിച്ച്, ഈ FM റേഡിയോയെ കുറിച്ച് നിങ്ങൾ ലൈവായിട്ട് ഒരു 2 വാക്ക് സംസാരിക്കണം. ഹലോ നമസ്കാരം. ഞങ്ങളിപ്പം ഈ ഹൈ റേഞ്ച് FM റേഡിയോയുടെ ലോഞ്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പുതിയ ഒരു FM മലയാളികൾക്കായി RJ വില്യംസും RJ ജേക്കബും കൂടെ കാശ് ഞങ്ങൾക്ക് വിഷയമല്ല, ഷവലിന് കാശ് കോരി കൊടുക്കും. കാശ് വിഷയമല്ല, അത് ഷവലിന് കോരി തരുമെന്നാണ് പറയുന്നത്. ഉയരം കൂടുന്തോറും പാട്ടിന് നീളം കണക്കിൽ കൊള്ളാത്ത പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഉയരം കൂടുന്തോറും പാട്ടിന് നീളം കൂടും. നമ്മുടെ ഒരു കോള് വരുന്നുണ്ടല്ലോ. ഓ, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ബുക്കിംഗ് ആയെന്ന് തോന്നുന്നു. കോള് വരുന്നുണ്ട്. ഹലോ, ആണോ? എപ്പോ? ഇപ്പൊ കാണിച്ചോ? വരുമെന്നോ? അയ്യോ, സംഭവം അറിഞ്ഞോ? വിജിലൻസ് നമ്മുടെ വീട്ടിലോട്ടും സ്റ്റുഡിയോയിലോട്ടൊക്കെ പോവാണ് മൊത്തം റെഡി ചെയ്യാനായിട്ട്. എന്തിനാ? കണക്കിൽ കൊള്ളാത്ത കാശ് നമ്മുടെ ഷവലിന് കുത്തിക്കോരി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് നമ്മുടെ വീട് സ്റ്റുഡിയോ ഒക്കെ വിജിലൻസ് റെഡി ചെയ്യാൻ പോവാണെന്ന്. ദൈവമേ, അപ്പൊ ഇനി നമ്മുടെ കയ്യിൽ 5 പൈസ ഇല്ല. 5 പൈസ ഇല്ല. റെഡി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം റെഡി ചെയ്ത് പോയി. എല്ലാം റെഡി ചെയ്ത് പോകും. വീട് സ്ഥലം പൈസ ഒക്കെ എല്ലാം പോകും. പഴയ പണി ചെയ്താലോ? മറ്റേ പഴയ പണി തന്നെ തുടങ്ങാം.
അല്ലേ ഒന്നേന്നും പറഞ്ഞ് 3, 4 പഴയ അലോമിനിയം പ്ലാസ്റ്റിക് ബുക്ക് പേപ്പർ ബക്കറ്റ് പൊട്ടി ഞാൻ വല്ലതും കൊടുക്കാനുണ്ടോ? പഴയത് വല്ലതും കൊടുക്കാനുണ്ടോ? പഴയ അലോമിനിയം പ്ലാസ്റ്റിക് ബുക്ക് പേപ്പർ വല്ലതും കൊടുക്കാനുണ്ടോ? ഇത് റെയ്ഡിന് വരുന്നതല്ല ഉള്ളൂ, പെട്ടെന്ന് ചെയ്താൽ എല്ലാം എടുത്ത് മാറ്റാം അല്ലേ? പെട്ടെന്ന് പോ. എന്നാ പെട്ടെന്ന് പോകാം. പൊക്കോ.